ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കല്ലിൽ ചുട്ടെടുത്ത വാഴയിലയിൽ ചുട്ടെടുത്ത അട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പൊഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സെക്കൻഡ് അത് അങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് വേണം അത് ഇളക്കാനായിട്ട്. നന്നായിട്ട് വേവണം കേട്ടോ പൊടി. പത്തിരിക്കൊക്കെ വാട്ടണ പോലെ തന്നെ ഇതൊരു കയ്യിൽ കണയും കൊണ്ട് ഈവനായിട്ട് എല്ലായിടത്തും വെള്ളം ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് ഇളക്കി വേവിച്ചിട്ട് അത് കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കണം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം. അപ്പോൾ ആ ആവി കൊണ്ട് കുറച്ചുകൂടെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് അട ചുടാനുള്ള ഇല പറിച്ചെടുക്കാം. ഒരു തോട്ടിക്കോല് കൊണ്ട് പതുക്കെ ഇല ചാച്ച്, നല്ല പൊക്കമുള്ള വാഴയാണ്, അതുകൊണ്ട് ഇല ചാച്ച് കീറി എടുത്തു. ആ തോട്ടിയുടെ പൈപ്പ് ശരിയല്ലാത്തതുകൊണ്ട് അത് ചാച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാനത് തവണ അത് ചാച്ചിട്ടേ ഇരിക്കണുള്ളൂ എന്നുള്ള രീതിക്ക് അത് ചാച്ച് പറിച്ച് കീറിയെടുത്തു. ഒരു വലിയ 2 അട ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. 2 പേരുള്ളൂ, ഓരോരുത്തർക്ക് ഒരട വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അങ്ങനെ ഇലയൊക്കെ കീറി ഇല ഇനി ഓരോന്നായിട്ട് കഴുകിയെടുക്കാം. ഇലയിൽ മൊത്തം പൊടിയൊക്കെയാണ്. പിന്നെ ചെറിയ പക്ഷികളൊക്കെ കഷ്ടിച്ചൊക്കെ കാണൂല. അപ്പോൾ ഇലയുടെ അകവും പുറമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് തേങ്ങ വേണം, ശർക്കര വേണം. ശർക്കര ഇട്ട് ചുടുന്നതാട്ടോ നല്ലത്. പഞ്ചസാര കൊള്ളില്ല, രുചി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി അത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുഴയ്ക്കുവാണെങ്കിൽ കയ്യെല്ലാം ആകാതിരിക്കും കേട്ടോ. പിന്നെ അതിന് വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം തൊട്ട് അത് കുഴച്ച് കൊടുക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തൊടാനായിട്ടാണ് അങ്ങോട്ട് നീങ്ങുന്നത്. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചില്ല, കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂല്ലോ എന്നോർത്ത് കൈ നനച്ചിട്ട് വന്നിട്ട് വീണ്ടും കുഴയ്ക്കും. അങ്ങനെയാട്ടോ കുഴച്ചത്. പിന്നെ ഇത് തെന്നി പോവുക പാത്രം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടർക്കിയോ എന്തെങ്കിലും ഒരു തുണിക്കഷ്ണം ഇട്ടിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ അത് നീങ്ങി പോകാതിരിക്കും. അപ്പോൾ അങ്ങനെ ടർക്കി കൊണ്ടുവന്നിട്ടതാണ്. കുറച്ച് വെള്ളം തൊട്ടു, എന്നിട്ടത് വീണ്ടും കുഴച്ചു. നന്നായിട്ട് കുഴച്ചാലാട്ടോ അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊടി ശരിക്കും വേവുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് കുഴച്ച് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കത് കൈകൊണ്ട് തന്നെ പരത്തി വെച്ചിട്ട് ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം. നമുക്കതിലേക്ക് പുരട്ടി കൊടുക്കാം.
ഞങ്ങൾക്ക് നല്ലോണം മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് ശർക്കര കൂടുതലിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ അത്ര ശർക്കര ഇടണ്ട. ശർക്കര ഇടാതെ തേങ്ങ മാത്രം ഇട്ടുണ്ടാക്കണത് ഇഷ്ടമാണെങ്കിൽ മധുരം ഇടാതെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. ഈ ചുട്ടെടുത്തതാണ് ഏറ്റവും നല്ല ഫുഡ്. അങ്ങനെ പരത്തി വേണം എടുക്കാനായിട്ട്. അടുത്തതും അതുപോലെ തന്നെ പരത്തിയെടുക്കാം. ആകെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് മതി. അത്ര വലിയതാണല്ലോ. നമ്മൾ മിതമായിട്ട് ഫുഡ് കഴിച്ച് ശീലിക്കണം, അതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. എല്ലാത്തരം ഫുഡുകളും ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കുറേശ്ശെ കഴിക്കണം, ഒന്നും അമിതമാവരുത്. അങ്ങനെ അടുത്തതിലും തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കാം. അത് മടക്കി നമുക്ക് ഇനി നമുക്ക് ചുടാനുള്ള പത്തിരി ചുടുന്ന കല്ലാണ് കേട്ടോ. ഇതെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതിനകത്താകുമ്പോൾ വലുതാകുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആ കല്ലിൽ സ്വല്പം വെളിച്ചെണ്ണ പറ്റുവാണെങ്കിൽ ആ ശർക്കര അതിൽ നമ്മൾ ചുടുന്ന അടയിൽ നിന്ന് ശർക്കര അല്പം ഒലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടിക്ക് കേടുപാട് വരാതിരിക്കും കേട്ടോ. പിന്നെ നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് അട വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചുടണ ആട്ടോ ഏറ്റവും എളുപ്പം. മണ്ണിൻ്റെ ചട്ടിയിൽ ചുടുകയാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. വറകലുണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇനി അടുത്ത ഇതുപോലെ അട ഉണ്ടാക്കുമ്പോൾ വറകലത്തിൽ എങ്ങനെ അട ചുടാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വറകൽ എന്നാന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിലേക്ക് അട വെച്ച് കൊടുക്കാം. വലിയ ചട്ടി ആയതുകൊണ്ട് നമുക്ക് 2 അടയും ഒപ്പം വേവിച്ചെടുക്കാം കേട്ടോ. അടയുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു അപ്പം ചുടുന്ന ചട്ടിയും കൂടെ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് ചുട്ട് കഴിയും 2 സ്റ്റൗവിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ. ഇതാകെ 2 എണ്ണം ചുടേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒറ്റ ചട്ടിയുടെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വേവുകയും ചെയ്യും, കാരണം വെന്ത പൊടിയാണല്ലോ. ഫ്ലെയിം ആദ്യം കൂട്ടി വെച്ചിട്ട് പിന്നെ അത് കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ അത് പെട്ടെന്ന് ഹാർഡായി പോവും. നല്ലോണം സോഫ്റ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ആ പാകത്തിന് എടുക്കാം. കുറച്ച് കട്ടി വേണ്ടവർക്ക് അതങ്ങനെ എടുക്കാം. ഞാനിങ്ങനെ ഈ തേങ്ങ ഒന്നിച്ച് ചിരവി വെച്ച് 3 തേങ്ങയൊക്കെ ചിരവിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഇനി ഇത് എടുക്കുമ്പോൾ നമ്മൾ സ്പൂണും കൊണ്ട് എടുക്കാവുള്ളൂ. അതെല്ലാം ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ തന്നെ തിരിച്ച് വെക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന തേങ്ങ എടുത്ത് മാറ്റിയിട്ട് പാത്രം കഴുകിയിട്ട് അടുത്ത തേങ്ങ ഇട്ട് വയ്ക്കുവാണ്. അപ്പോൾ അങ്ങനെ ഇനി ഒരാഴ്ചത്തേക്ക് അത് മതി. നല്ലതാണ് കേട്ടോ, ചീത്തയായി പോവില്ല, നമുക്ക് പണി എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ അട നമുക്ക് വെന്തോന്ന് നോക്കാം. ഇതുപോലെയുള്ളൊരു ചട്ടകമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇച്ചിരി വട്ടം കൂടിയ ചട്ടകം. അങ്ങനെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ആകെ അങ്ങനെ ഒരു പ്രാവശ്യം മറിക്കാനുള്ളൂ. ഈ വശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അടയൊക്കെ ചുട്ടിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നമുക്ക് നല്ലൊരു മണ്ണിൻ്റെ പ്ലേറ്റ് എടുത്ത് നമുക്ക് അതിലേക്കത് ഇട്ട് കഴിക്കാം. ഇത് ഊണ് കഴിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച പ്ലേറ്റാണ് കേട്ടോ, മണ്ണിൻ്റെ പ്ലേറ്റ്. നല്ല ഹെൽത്തിയാണ് ഇങ്ങനത്തെ പ്ലേറ്റിൽ ഫുഡ് കഴിച്ചാൽ. അപ്പോൾ നമുക്ക് അത് ഓരോന്ന് എടുത്ത് തുറന്ന് നോക്കാം കേട്ടോ. എന്തായി എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ബെസ്റ്റാണിത്. കുട്ടികളെ ഇങ്ങനെയൊക്കെ കഴിച്ച് ശീലിപ്പിക്കണം കേട്ടോ. ഈ വൈകുന്നേരം ബിസ്ക്കറ്റൊക്കെ കൊടുക്കാതെ ഇങ്ങനെയുള്ള അട രാവിലെ ഉണ്ടാക്കി വെച്ചാലും മതി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തണുത്ത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പരുവത്തിലിരിക്കും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.